യുഎസുമായുള്ള സംഘർഷം തുടരുന്നതിനിടയിൽ അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ ഇറാനെതിരെ വലിയ ആക്രമണത്തിനുള്ള സാധ്യത വർദ്ധിച്ചു. യുഎസും ഇസ്രയേലും ഇറാനെതിരെ സൈനികാക്രമണം നടത്താനുള്ള സാധ്യത വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് വിവിധ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. മധ്യപൂർവ്വ പ്രദേശത്ത് ഇറാനെ കേന്ദ്രീകരിച്ച് സൈനിക വിമാനങ്ങളുടെ വിന്യാസം നടക്കുന്നതിനും ട്രംപിന്റെ ഭീഷണിക്കും പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രഹസ്യ താവളത്തിലേക്ക് മാറിയെന്ന് റിപ്പോർട്ട്. ടെഹ്റാനിലെ ഭൂഗർഭ കേന്ദ്രത്തിലാണ് ഖമേനി ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎസ് ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് സുരക്ഷാർത്ഥം ഖമേനി വാസസ്ഥലം മാറ്റിയത്. പശ്ചിമേഷ്യയുടെ ഉറക്കം കെടുത്തിയ ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കെട്ടടങ്ങിയിട്ടും ട്രംപ് ഭീഷണി തുടരുകയായിരുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാൻ ലക്ഷ്യമാക്കി സഞ്ചാരം ആരംഭിച്ചുവെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും ഇറാനിലേക്ക് നീങ്ങുകയാണെന്നും നിലവിൽ ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഉള്ളതെന്നും US നേവി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി അസോസിയേറ്റഡ് പ്രസ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കൻ ഭീഷണിക്ക് കടുത്ത ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകിയത്. ഇസ്രയേലും അമേരിക്കയും ഏതെങ്കിലും തരത്തിൽ അധിനിവേശത്തിന് മുതിർന്നാൽ പഴയതുപോലെയാവില്ല. ട്രിഗറിലാണ് വിരലുള്ളത്, ഞൊടിക്കേണ്ട സമയം മാത്രമേ ഉള്ളൂവെന്നായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് പക്പോറിന്റെ മുന്നറിയിപ്പ്. ഇറാന് നേരെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ചരിത്രത്തിലേക്ക് കൂടി ട്രംപ് നോക്കണമെന്നും ട്രംപിന്റെ സംസാരം വല്ലാതെ കൂടുന്നുവെന്നും ഇത്തവണ അതിനുള്ള മറുപടി സ്വന്തം മണ്ണിൽ തന്നെ ലഭിക്കുമെന്നും ഇറാൻ സൈന്യത്തിന്റെ വ്യോമസേന ബ്രിഗേഡിയർ ജനറൽ മജീദ് മൗലവിയും പ്രതികരിച്ചു. അമേരിക്കയുമായുള്ള വാക്പോര് കനക്കുന്നതിനിടെ ഇന്ത്യക്ക് അസാധാരണ നന്ദി പ്രകടിപ്പിച്ച ഇറാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൌൺസിലിൽ ഇറാൻ അനുകൂലമായി വോട്ട് ചെയ്തതിനാണ് നന്ദി. തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ കരടിനെതിരെ വോട്ട് ചെയ്തതിന് ഇറാൻ എക്കാലവും ഇന്ത്യൻ സർക്കാരിനോട് നന്ദിയുള്ളവരായിരിക്കുമെന്നായിരുന്നു ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്ത അലിയുടെ പ്രതികരണം. അതിനിടെ ആയത്തുള്ള അലി ഖമേനി ബങ്കറിൽ ഒളിച്ചുവെന്ന വാർത്ത ഇറാൻ ഭരണകൂടം തള്ളിയിട്ടുണ്ട്. ഇറാന്റെ ഇന്ത്യയിലെ പ്രതിനിധി വാർത്ത തെറ്റാണെന്ന് പ്രതികരിച്ചു. സുരക്ഷിതമായ സ്ഥലത്ത് ഖമേനിയുണ്ട്. അദ്ദേഹം വീഡിയോ കോൺഫറൻസ് വഴി യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വിദേശ ശക്തികളുടെ ഭീഷണി നേരിടാൻ എല്ലാ നടപടികളും ഇറാൻ സ്വീകരിച്ചുവെന്നും ഇന്ത്യയിലെ ഇറാൻ കോൺസുൽ ജനറൽ പറയുന്നു. ആയത്തുള്ള അലി ഖമേനി ദൈനംദിന ഭരണകാര്യങ്ങൾ മകൻ മസൂദ് ഖമേനി ഏൽപ്പിച്ചുവെന്നാണ് ചില റിപ്പോർട്ടുകൾ. മേഖലയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ സൈനിക വിന്യാസം നടത്തുന്നതെന്ന് അമേരിക്ക പറയുന്നു. ഖമേനിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനമാകുമെന്ന് ഇറാൻ വ്യക്തമാക്കി. വിമാന സർവീസുകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ, ഇറാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വാണിജ്യ വിമാന സർവീസുകളും റദ്ദാക്കി. KLM, എയർ ഫ്രാൻസ്, ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ തുടങ്ങിയ കമ്പനികൾ ടെല്ലവീവ്, ദുബായ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ പല വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അതിനിടെ സമാധാനപരമായ പ്രക്ഷോഭങ്ങളെ സൈന്യം ക്രൂരമായി അടിച്ചമർത്തിയതിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിൽ പാസാക്കിയ പ്രമേയത്തെ തള്ളി ഇറാൻ. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച പ്രമേയത്തെ 25 അംഗങ്ങൾ പിന്തുണച്ചിരുന്നു. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക റിപ്പോർട്ടറുടെയും വസ്തുതാന്വേഷണ ദൌത്യത്തിന്റെയും കാലാവധി നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ. ഇതിനിടെ രാജ്യത്ത് ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഇറാനിൽ യുദ്ധഭീഷണി ശക്തമാവുകയാണ്. ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങി 25 രാജ്യങ്ങളാണ് UN പ്രമേയത്തെ പിന്തുണച്ചത്. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ 7 രാജ്യങ്ങൾ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തു. ഖത്തർ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ 14 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇറാനിൽ അറസ്റ്റുകൾ അവസാനിപ്പിക്കാനും നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ, ജീവനെടുക്കുന്ന മറ്റ് നടപടികൾ, നിർബന്ധിത അപ്രത്യക്ഷമാകൽ, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവ തടയാനും പ്രമേയം ആവശ്യപ്പെട്ടു. ഇറാനിലെ മനുഷ്യാവകാശങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ താൽപര്യമില്ലെന്ന് ഇറാൻ പ്രസ്താവിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ഇറാനിയൻ ജനതയെ ദുരിതത്തിലാക്കി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നുവെന്നും ഇറാൻ പറയുന്നു. US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയാണ് ഇറാനിൽ പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ കണക്കുകൾ പുറത്തുവിടുന്നത്. പ്രക്ഷോഭങ്ങളിൽ കുറഞ്ഞത് 5135 മരണങ്ങൾ ഇവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിലെ ഡോക്ടർമാരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മരണസംഖ്യ 20,000 അല്ലെങ്കിൽ അതിൽ കൂടുതലാകാമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇറാനിലെ പ്രത്യേക റിപ്പോർട്ടർ മൈസാറ്റോ പറഞ്ഞു. ഇറാനിൽ തുടരുന്ന വധശിക്ഷകൾ കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമാകുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് കൌൺസിലിനെ അറിയിച്ചു. 2025 ഇറാനിൽ കുറഞ്ഞത് 1500 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്നും ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 50% വർധനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.